വീണ്ടും സ്പോട്ട് ലൈവിലേക്ക്. വാഹനാപകടത്തിൽപ്പെട്ട യുവതിയെ രക്ഷാപ്രവർത്തകനായി എത്തിയാൽ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. യുവതി പരാതിയും മൊഴിയും നൽകിയിട്ടും ആരോപണ വിധേയനായ സിനിൽ സബാദിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നതാണ് പരാതി. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് SP ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. കേസ് അന്വേഷിക്കാൻ കായംകുളം ഡിവൈഎസ്പിക്ക് ചുമതല നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആ ദിവസം മുതൽക്ക് തന്നെ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ആക്ച്വലി സംഭവം നടന്നു. ഇവിടുന്ന് മലയാറ്റൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നതായിരുന്നു ആ ടീം ഓട്ടോറിക്ഷയിൽ. അപ്പോൾ ഈ പറയുന്ന അതിലുള്ള ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കംപ്ലൈനൻ്റ്, പിന്നെ കംപ്ലൈനൻ്റിൻ്റെ ഒരു ഫ്രണ്ട്, അവരുടെ ഹസ്ബൻഡ്, 2 മക്കൾ ഒന്നിച്ചാണ് ആ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിയായിട്ട് പറയുന്ന ആളും മറ്റൊന്ന് ഹോസ്പിറ്റലിലേക്ക് അക്കമ്പനി ചെയ്തിട്ടില്ല. സ്പോട്ടിൽ വെച്ചിട്ട് ഈ സീനിൽ നിന്ന് ആ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്തിലാണ് ഈ പറയുന്ന കുട്ടി പറയുന്ന മൊളസ്റ്റേഷനിലെ ചാൻസ്. നെക്സ്റ്റ് ഡേ അത് ഹോസ്പിറ്റലിൽ നിന്ന് കറക്റ്റായിട്ട് ഇൻറ്റിമേഷൻ കിട്ടിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ ഇൻറ്റിമേഷൻ പ്രകാരം അടുത്ത ദിവസം സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോർമലി ചെയ്യുന്ന ഒരു പ്രൊസീജിയേഴ്സ് എല്ലാം കേസ് രജിസ്റ്റർ ചെയ്തു. ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് 183 എന്നാണ് പറയുക, മുമ്പ് 164, അത് പ്രകാരം ഇതെടുക്കാൻ വേണ്ടി CGM-ന് കൊടുത്തു. അത് മറ്റേ പോക്സോ ഓഫൻസ്, റേപ്പ് കേസൊക്കെ ആണെങ്കിൽ വിതിൻ 24 hours തന്നെ ഒന്നുണ്ട്. ഇത് കൊടുത്തു. ഇനി CGM നോട്ടീസ് കൊടുത്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. ശരണ്യ സ്നേഹത്തിനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, അപകടത്തിൽപ്പെട്ട യുവതിയാണ് ഈ രീതിയിൽ പീഡിപ്പിച്ചിരിക്കുന്നത്. ആ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയില്ല, നിസാര വകുപ്പുകൾ ചുമത്തി, ജാമ്യത്തിൽ വിട്ടയച്ചു, മറ്റ് തുടർ നടപടികൾ ഉണ്ടായില്ല എന്ന ഗുരുതര പരാതിയാണ് ആ യുവതി മുന്നോട്ട് വെച്ചിരുന്നത്. താൻ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ മുക്തയായിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യുവതി പറഞ്ഞു. പക്ഷേ തങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഇല്ല എന്ന് SP വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? എന്താണ് ഈ പുതിയ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിൽ പോലീസിന്റെ നീക്കങ്ങൾ? കഴിഞ്ഞ ഏപ്രിൽ 3-നാണ് ഈ സംഭവം ഉണ്ടായത്. കായംകുളം KPSC ജംഗ്ഷനിൽ വെച്ചാണ് മലയാറ്റൂർ പോയി വന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത്. ഈ യുവതിയും യുവതിയുടെ സുഹൃത്തും ഭർത്താവുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ വാഹനം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ഡിവൈഡറിൽ തട്ടി അപകടത്തിൽപ്പെടുന്ന ഓട്ടോറിക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അപകടത്തെ തുടർന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ ആളാണ് ഈ സിനിൽ സാബത്ത് എന്ന വ്യക്തി. വ്യാപാരി വ്യവസായിയുടെ കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ അവിടെ വെച്ച് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ യുവതിയെ ലൈംഗികമായി അതിക്രമം